ഗൈസ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങൾ അങ്ങനെ ഡൽഹി പോവാണ് ഗൈസ്. കൊച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത്. കൊച്ചി എയർപോർട്ടിലാണുള്ളത്. ഡൽഹി മനാലി ട്രിപ്പ് ഒരു 3-4 എന്ത് കാണാനാ പോകുന്നതാവേ? നോനു താജ്മഹൽ കാണാൻ പോവാണ്. നോനുവിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയാം. ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ല, പക്ഷെ ശരിക്കും ഓർമ്മയൊക്കെ വന്നതിന് ശേഷം ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ. പണ്ട് ഒരിക്കൽ പോയിട്ടുണ്ട് ഫ്ലൈറ്റില്. അമേസിംഗ് ആ. അവ ഭയങ്കര ത്രില്ലിലാണ്. രാവിലെ 5 മണിയാവാൻ പോകുന്നേ ഉള്ളൂ. നമ്മളപ്പോൾ ഡൽഹിയിലെയും ആഗ്രയിലെയും മനാലിയിലെയും വിശേഷങ്ങൾ നമുക്ക് കാണാം അല്ലേ വാവേ? നോനുസേ എന്ത് ഇങ്ങനെ മിൻചിയും പൊന്തുമ്പോ ടെൻഷനാവോ? എനിക്ക് പേടിയാവും. പപ്പക്ക് വിൻഡോ സീറ്റ്, മാമക്ക് വിൻഡോ സീറ്റ്. അമ്മക്ക് വിൻഡോ സീറ്റ് ഇല്ല, നമുക്ക് കാണൂല. കൊടുക്കണ്ട, അമ്മ പുറത്തൊന്നും കാണണ്ട. അമ്മയും കണ്ടോ? അയ്യോ ഞമ്മക്ക് ഇതാ കിട്ടിയതല്ലേ, ചിറക കിട്ടിയത് പറഞ്ഞു. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി. അവിടെ നിന്ന് തന്നെ നമ്മുടെ എയർ ഇന്ത്യൻ്റെ ബസ്സിൽ കയറി. ഇവിടെ എവിടെ നോക്കിയാലും ഇൻഡിഗോയുടെ ബസ് മാത്രമേ കാണാനുള്ളൂ. പപ്പ അവധിയില്ലേ പോലെ തന്നെ ഞാൻ കളിക്കട്ടെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ 3/4 മണിക്കൂർ നേരത്തെ ഡൽഹി എയർപോർട്ടിൽ എത്തി. ഫ്ലൈറ്റ് ഭയങ്കര സ്പീഡായിരുന്നു തോന്നുന്നത്, അതുകൊണ്ട് 3/4 മണിക്കൂർ നേരത്തെയാണ് എത്തിയത്. അപ്പോൾ ഇപ്പം സമയം 9:10. നൈനൂസിൻ്റെ ഹാപ്പിനെസ് ഒന്നും പറയണ്ട. ഫ്ലൈറ്റ് കയറിയിട്ട് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ പട്ടി വരാതെ പാവേ? അങ്ങനെ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൻ്റെ വെളിയിലെത്തി. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് അല്ലേ. ഞങ്ങൾ നടന്ന് തൊട്ടിപ്പുറത്ത് എത്തിയാൽ മതി, കുറച്ച് ദൂരമേ ഉള്ളൂ. ഡൽഹി മെട്രോ എയർപോർട്ടിൽ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൽഹി മെട്രോൻ്റെ എൻട്രൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെട്രോയിൽ പോവാം, അതായിരിക്കും ലാഭം. അല്ലെങ്കിൽ നല്ല ടാക്സിക്കൊക്കെ ഭയങ്കര പൈസയാണ്. പിന്നെ ഡൽഹി ദർശൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാ സംഭവങ്ങളും കാണിച്ചിരുന്ന പരിപാടിയുണ്ട്. അത് ഓൺലൈനിൽ 2,500 പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ചോദിച്ചപ്പോൾ അവർ 4,000 രൂപയാണ് പറഞ്ഞത്. ഡൽഹിയിലെ ഒരുവിധ മിക്ക സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെയല്ലേ ഡൽഹി എയർപോർട്ടിൽ നിന്ന് റാപ്പിഡോ ക്യാബ് പിടിച്ച് നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ എല്ലാം ലഗേജ് ഡംപ് ചെയ്യണം എന്നാണ് പ്ലാൻ. എത്രത്തോളം വർക്കാവും അതാണ്. ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. മനാലി പോകും നമ്മൾ. എന്നിട്ട് രാത്രി ആഗ്രയിലേക്ക് പോകും നിസാമുദ്ദീൻ വഴി. ഇന്ന് രാത്രി ആഗ്രയിലേക്ക് പോകും നിസാമുദ്ദീനിന്ന്. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മളെ പ്ലാൻ നിസാമുദ്ദീനിൽ റെയിൽവേ സ്റ്റേഷനിലെത്തണം. അവിടെ നമ്മുടെ ലഗേജ് കൊണ്ടുപോയി കളയണം. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. നമുക്കപ്പോൾ 24 മണിക്കൂർ നേരത്തേക്ക് 150 രൂപയാണ് ആയത് ക്ലോക്ക് റൂമിൽ. ഇതിനകത്ത് നിന്ന് പപ്പ ലഗേജ് വെച്ചിട്ട് വരുമ്പോഴേക്ക് ഡോണറ്റ് തിന്നു. എമ്മിയാ ബാഗേജ് എല്ലാം അവിടെ കൊണ്ടുവച്ചു. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് അക്ഷർധാം ടെമ്പിൾ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ മോദിജിയൊക്കെ ഉണ്ടാക്കിയ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത അക്ഷർധാം ടെമ്പിൾ കാണാം.